ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷേ ഡ്രീംസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ക്രോഷേ പഫ് ലവേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കാണുന്നത്. ഞാൻ നേരത്തെ ഇത് ഷോർട്സായിട്ട് ഇതിൻ്റെ ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്തായിരുന്നു, പക്ഷേ കുറച്ച് പേര് ഒന്നുകൂടെ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യുവാണ്. സോ ഞാനിവിടെ അക്രിലിക് യാൺ തന്നെയാണ് എടുത്തേക്കുന്നത്, റെഡ് ഇൻ കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ക്രോഷേ ഹുക്ക് ഞാൻ 5mm ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് യാണാണോ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഹുക്ക് എടുക്കുക. ആദ്യം നമുക്ക് മാജിക് റിംഗ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മുടെ ആ 2 ഫിംഗേഴ്സിൽ കൂടെ ഇങ്ങനെ ചുറ്റി എക്സ് പോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ ക്രോഷേ ഹുക്കിനെ ഈ കാണുന്ന പോലെ ആ യാണിൻ്റെ അടിയിൽ കൂടെ കയറ്റി വലിച്ചെടുത്തൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്നെയും മറ്റേതിൽ കൂടെ കയറ്റിയിട്ട് വലിച്ചെടുക്കുക. അപ്പം നമ്മുടെ മാജിക് സർക്കിൾ അവിടെ ഫോമായി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് മാജിക് സർക്കിൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ മാജിക് സർക്കിളിൻ്റെ അകത്തോട്ടാണ് 12 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സിംഗിൾ ക്രോഷയാണ് ഇപ്പോൾ ചെയ്തത്. ഇനി അതുപോലെ നമുക്ക് 11 കൂടെ ചെയ്യണം. സെക്കൻഡ് വൺ സിംഗിൾ ക്രോഷ അറിയാത്തവർക്ക് നമ്മൾ ആ യാണിൻ്റെ അകത്തോടെ കയറ്റി യാൺ ഓവർ ചെയ്ത് 2 കൂടെയും വലിച്ചെടുക്കുക. മൂന്നാമത്തേത് ചെയ്തു. 4 5 6 അങ്ങനെ ഇനിയും ഒരു 6 കൂടെ നമുക്ക് ചെയ്യണം. 7 8 നിങ്ങൾക്കിത് ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് ഓടിച്ചു വിട്ടാണ്. 9 10 ഇനിയും 2 കൂടെ. 11 12 നിങ്ങൾക്കിത് ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പം മാജിക് സർക്കിൾ നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാം. ആ ചെറിയ യാണിനെ പിടിച്ച് പുള്ളി ചെയ്ത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ ഉണ്ടോ എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പം 12 ഉണ്ട്. ഇനി ആദ്യത്തെ സിംഗിൾ ക്രോഷയിലോട്ട് നമ്മുടെ ക്രോഷേ ഹുക്കിനെ കയറ്റി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. കാരണം അതൊരു സർക്കിൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുവാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ യാൺ ഓവർ ചെയ്യണ്ട, തെറ്റിപ്പോകരുത്. ഓക്കെ, നമുക്കപ്പോൾ ഒരു സർക്കിൾ പോലെ അവിടെ ഫോമായി. എന്നിട്ട് പിന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വിട്ടോണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഭയങ്കര ഈസിയാണിത്. അപ്പം ചെയിൻ സ്റ്റിച്ച് ഫസ്റ്റ് 1 ചെയ്തു ആൻഡ് സെക്കൻഡ് 1. അത് കഴിഞ്ഞ് നമ്മുടെ ആ സെയിം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ യാൺ ഓവർ ചെയ്തിട്ട് യാണിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ടത് മാക്സിമം നിങ്ങൾക്ക് വലിക്കാവുന്ന അത്രയും ചെയ്തിട്ട് പിന്നെയും യാൺ ഓവർ ചെയ്ത് യാണിനെ വലിച്ചെടുക്കുക. അങ്ങനെ 3 തവണ ചെയ്യണം. ഇപ്പോൾ 2 ചെയ്തില്ലേ, ഇനിയും 1 കൂടെ ചെയ്യണം. യാൺ ഓവർ ചെയ്യുക, ആ സെയിം സ്റ്റിച്ചിലോട്ട് ഹുക്കിനെ കയറ്റി യാണിനെ വലിച്ചെടുക്കുക. അപ്പോൾ 3 ചെയ്തു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹുക്കിൽ 7 ലൂപ്സാണ് കിട്ടേണ്ടത്. കൗണ്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത സിംഗിൾ ക്രോഷയിലോട്ട് ഇതുപോലെ 3 തവണ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് തവണ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് അതിനെ വലിച്ചെടുക്കുക 1, ഒന്നുകൂടെ അടുത്ത സെക്കൻഡിന് യാൺ ഓവർ ചെയ്ത് യാണിനെ വലിച്ചെടുക്കുക 2 ആൻഡ് തേർഡ് 1. ഓക്കെ, 3 തവണയും നമ്മൾ അങ്ങനെ ചെയ്തു. ഇനി എന്താ, ഇപ്പം നമുക്ക് ക്രോഷേ ഹുക്കിൽ 13 കിട്ടണം. കൗണ്ട് ചെയ്ത് നോക്കുക.
എനിക്ക് 13 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ yarn over ചെയ്ത് ആദ്യത്തെ 12 കൂടെ വലിച്ചെടുക്കുക. അവസാനത്തേതിൽ കൂടെ വലിച്ചെടുക്കണ്ട, ആദ്യത്തെ 12 കൂടെ. അപ്പം ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രോഷേ ഹുക്കിൽ 2 ഉണ്ട്. അതിനെ നമുക്ക് yarn over ചെയ്ത് ആ 2 കൂടെയും വലിച്ചെടുക്കാം. അപ്പോൾ അവിടെ ഒരു നോട്ട് പോലെ ഫോമായി. ഇനി നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത സിംഗിൾ ക്രോഷയിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്തു, സെക്കൻഡ് വൺ. ഇനി നമുക്ക് അടുത്ത സിംഗിൾ ക്രോഷയിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ഹുക്കിനെ കയറ്റുക, എന്നിട്ട് അതിൽ കൂടെ വലിച്ചെടുക്കുക. ഇനി നമുക്ക് സെയിം റിപ്പീറ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തെ പെറ്റൽ ഫോമായി. ഇനി അടുത്ത പെറ്റൽ ചെയ്യാൻ വേണ്ടി പിന്നെയും 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പം 2 ചെയ്തു. ഇനി എന്താ, ആ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ yarn over ചെയ്തിട്ട് നമ്മുടെ ഹുക്കിനെ കയറ്റുക, എന്നിട്ട് ആ യാണിനെ വലിച്ചെടുക്കുക. അങ്ങനെ 3 ചെയ്യണം. ഇപ്പോൾ 1 ഇനി രണ്ടാമത്തേത് മാക്സിമം വലിക്കുക. ഇനിയും 3 ഓക്കെ, 3 ഇനി അടുത്ത സ്റ്റിച്ചിലോട്ട് ഒരു 3 കൂടെ ചെയ്യണം. അപ്പോൾ yarn over ചെയ്തിട്ട് 1 2 3. അപ്പം നമുക്ക് 13 ലൂപ്സ് നമ്മുടെ ക്രോഷേ ഹുക്കിൽ കിട്ടി. എന്നിട്ട് 12 കൂടെ വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ളതിൽ ഒന്നുകൂടെ yarn over ചെയ്ത് ആ 2 കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ ഒരു നോട്ട് കിട്ടി. എന്നിട്ട് നമുക്കതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ 2 ചെയിൻ ചെയ്യുക. കാരണം ആ ലെങ്ത്താണ് അതിന് മീൻ ചെയ്യുന്നത്. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത സിംഗിൾ ക്രോഷയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ക്രോഷേ ഹുക്കിനെ കയറ്റിയിട്ട് യാണിനെ വലിച്ചെടുത്ത് ഹുക്കിലുള്ളതിൽ കൂടെയും വലിച്ചെടുക്കുക. അപ്പം നമുക്ക് 2 പെറ്റൽസ് നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞു. ഇനിയും 3 ഞാൻ ഒന്നുകൂടെ കാണിക്കാം നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടി. സെയിം സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻഡിലോട്ട് ഓടിച്ചുവിടാം. അപ്പം 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ yarn over ചെയ്തിട്ട് നമ്മുടെ യാണിനെ വലിച്ചെടുക്കുക, എന്നിട്ട് മാക്സിമം പുള്ളി ചെയ്യുക. അപ്പോൾ അത് ആദ്യത്തേത്. ഇനി 2 കൂടെ 2 ആൻഡ് ഫൈനൽ 1 3. ഇനിയും അടുത്ത നെക്സ്റ്റ് സിംഗിൾ ക്രോഷയിൽ പിന്നെയും ഒരു 3 കൂടെ നമ്മൾ ചെയ്യണം. സ്റ്റിച്ചൊന്നും വിട്ടുപോകാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. 1 2 ആൻഡ് 3. 3 ചെയ്തു. ഇനി നമുക്കത് 12 കൂടെ വലിച്ചെടുക്കാം. ലാസ്റ്റത്തെ അതിനെ നിർത്തിയിട്ട് ബാക്കി കൂടെ. ഇച്ചിരി പാടായിരിക്കും, എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി 2 കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഒരു നോട്ട് ഫോം ചെയ്തു. എന്നിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത സിംഗിൾ ക്രോഷയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം ഞാൻ 3 പെറ്റൽസ് കംപ്ലീറ്റ് ആക്കി. ഇനി 3 കൂടാണ് ചെയ്യേണ്ടത്. അത് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങളും അതുപോലെ ഈ സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് ഞാൻ ഇനിയും 6th വണ്ണിൻ്റെ എൻഡിൽ കാണിക്കാം. ഓക്കെ, ഇതാണ് 6th വൺ ചെയ്തു. ജസ്റ്റ് ആ 2 അവസാനത്തെ 2 കൂടെ വലിച്ചെടുത്തു. ഇനി നമുക്ക് 2 ചെയിനാണ് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ്. അപ്പോൾ 2 ചെയിൻ ചെയ്തിട്ട് ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കിൽ ഒരു സ്റ്റിച്ചുണ്ട്, അതിൽ കൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിങ്ങനെ എൻ്റെ ഇതുപോലെ ഇങ്ങനെ തുറന്നു വന്ന് കാണും. അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
മാക്സിമം ടൈറ്റ് ചെയ്യാവുന്നതിൻ്റെ ടൈറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ആ സർക്കിള് എത്രയും അടുത്ത് നിൽക്കുന്നോ അതാണ് അതിൻ്റെ ഭംഗി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഞാനത് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ക്രോഷേ ഹുക്കിനെ വലിച്ചെടുക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ക്രോഷേ പഫ് ഫ്ലവർ ഇത്ര പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ്സും കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ബാക്കി എൻഡിനെ നമുക്ക് അതിനകത്ത് ഇങ്ങനെ തയ്ച്ച് വെച്ചാൽ മതി. നമ്മുടെ നീഡിൽ വെച്ചിട്ട് അപ്പുറത്ത് വരാത്ത പോലെ നിങ്ങൾ കയറ്റി വിൽക്കുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ക്ലിയർ ആയെന്നും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ.